അപ്പോൾ വീട്ടിനകത്തു കൂടെ അങ്ങനെ നായനെ കൊഞ്ചിച്ച് വളർത്തുന്ന ഒരു ശൈലി വളർന്നു വരുന്നുണ്ട്. ആ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് കാരുണ്യത്തിൻ്റെ മാലാക്കന്മാർ ഇറങ്ങി വരില്ല. പരിശുദ്ധ റമദാനിൽ കാരുണ്യത്തിൻ്റെ മാലാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ വീട് അനുഗ്രഹീതമാവണം. അതുകൊണ്ട് എലിയുടെ കാഷ്ടവും പല്ലിയുടെ വിസർജ്യവും റാക്കിലുള്ളതും തട്ടിലുള്ളതും ഒക്കെ ഒഴിവാക്കി വേണം റമദാനിന് ഒരുങ്ങാൻ. അതേപ്രകാരം ചിലന്തിയുടെ ആ ഒരു നെറ്റ് മാറാല നജസാണത്, ഒരു ക്ഷുദ്രജീവിയുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വേസ്റ്റാണ് സാധനം. അതുകൊണ്ട് തന്നെ അത് വീട്ടിൽ തളം കെട്ടി നിൽക്കാൻ പാടില്ല, അവിടെ എവിടെയൊക്കെ ആയിട്ട് പറ്റിച്ചേർന്ന് നിൽക്കാൻ പാടില്ല. എല്ലാം വൃത്തിയാക്കി അവർ പരിശുദ്ധ റമദാനിന് ഒരുങ്ങുന്നു. റമദാനിൻ്റെ ഒന്നാമത്തെ കൂലി അടിച്ചു മാറ്റുന്നവർ നമ്മുടെ സഹോദരിമാരാണ് ഈ ഒരു നനച്ചുകുളി പരിപാടിയിലൂടെ. പിന്നെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്ന ഒരു രീതിയുണ്ട്. പൊടി മസാലകളൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ട്. അതൊക്കെ റമദാനെ മാനിച്ചുകൊണ്ടാവുമ്പോൾ അതിനും ശ്രേഷ്ഠതയും പുണ്യവും കിട്ടും. എന്തുകൊണ്ട്? റമദാനാവട്ടെ, എന്നിട്ട് ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചാൽ നല്ലൊരു സമയം അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അത് മുന്നേ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ റമദാനിലെ ഓരോ സെക്കൻഡും നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്തായാലും അരി പൊടിച്ചത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാസങ്ങളോളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ റമദാൻ്റെ മുന്നോടിയായിട്ട് അതൊക്കെ ശരിയാക്കി വെക്കണം.